അതവിടെ നിന്ന് പോയതാണോ അതോ വാതിലിന്റെ പുറകിൽ തക്ക സമയം നോക്കി വെയിറ്റ് ചെയ്യാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇതിൽ രണ്ടിൽ ഏതാണ് ശരിയെന്ന് നോക്കാനും ഞങ്ങൾക്ക് കഴിയില്ല. അപ്പോഴാണ് ഞങ്ങൾ ആ ശബ്ദം കേൾക്കുന്നത്. സൈറണുകൾ. വയസ്സായ തുരുമ്പ് പിടിച്ച ആ സൈറൺ പതിറ്റാണ്ടുകളുടെ ഉറക്കത്തിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു ദുരന്തത്തെക്കുറിച്ച് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ. വർഷങ്ങളുടെ ഉറക്കം അവർക്ക് ഒരു ഗുണവും ചെയ്തില്ല. ആ ശബ്ദം പതുക്കെയാണ് കേട്ടത്. പക്ഷെ ഓരോ നിമിഷവും ആ സൈറന്റെ യാന്ത്രികമായ കോഡുകൾ നീണ്ടു നിൽക്കുകയും ചൂടുപിടിക്കുകയും ചെയ്തപ്പോൾ സൈറന്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിലായി. എല്ലാവരും ഒരിക്കലും കേൾക്കരുത് എന്ന് പ്രതീക്ഷിച്ചിരുന്ന പരിചിതമായ ശബ്ദം എല്ലാവരുടെയും മുഴങ്ങിത്തുടങ്ങി. സൈറണുകൾ ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ചില പോസുകളിൽ പുറത്തെ പട്ടണത്തിന്റെ ആരവം ശാന്തമാവുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം എല്ലാവരും ഒഴിഞ്ഞുപോയി. അതോടെ പുറത്തെ ബഹളം ഇല്ലാതായി. ഞങ്ങൾ മാത്രം ഒറ്റയ്ക്കായി. അപകടകരമായ എന്തോ ഒന്ന് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ ചുറ്റും ചുറ്റിത്തിരിയുമ്പോൾ ദൂരെ നിന്ന് അലർച്ചയും മുരൾച്ചയൊക്കെ എനിക്ക് കേൾക്കാം. അതിന്റെ ശബ്ദം ഏതാണ്ട് മനുഷ്യ ശബ്ദം പോലെയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായി. അതിന്റെ അലർച്ചയ്ക്ക് ശേഷം ഒരു മനുഷ്യന്റെ നിലവിളി കേൾക്കുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാവും അതാ ജീവിയാണെന്ന്. ഇനി ഈ താമസക്കാരുടെ ഇടയിലൊക്കെ ഒരു പരിഭ്രാന്തി ഉണ്ടായിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നാം. ഈ റഷ്യൻ ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഡോണ്ട് ഗിവ് എ. ഇതെനിക്ക് വളരെ ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. പോലീസ് അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞപ്പോൾ അവർ ശാന്തരായി. അവരുടെ ന്യായവാദം ഇതൊക്കെ ആയിരിക്കും. ഈ മതിലുകൾക്കുള്ളിൽ സേഫ് ആയിട്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് പേടിക്കണം? കുറച്ചു ദിവസം വീട്ടിലിരുന്ന് ഇപ്പൊ എന്താ സംഭവിക്കുക? പുറത്തേക്ക് ഇറങ്ങുന്നത് അപകടമാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം? ഞാൻ 90കളൊക്കെ ജീവിച്ചു വന്നതാ. ഇതൊക്കെ എന്നെ പേടിപ്പെടുത്തുന്നതാണോ നിങ്ങളുടെ വിചാരം? അതുകൊണ്ട് എല്ലാവരും അതൃപ്തരായിരുന്നെങ്കിലും അവരവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. ശരി, അവര് ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്കും വേറെ വഴികളൊന്നുമില്ല. നമ്മുടെ കോട്ടയിൽ തന്നെ ഭൂരിഭാഗം ആൾക്കാരുടെ ഒപ്പം നിൽക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. അവരത്രയും സുഖകരമായ കൂട്ടാളികളല്ലെങ്കിൽ കൂടി പുറത്തു പോകുന്നതിനെക്കാട്ടും ഭേദം ഇവിടെ നിൽക്കുന്നതല്ലേ. മാത്രമല്ല എൻ്റെ ജീവന് ഉടനടി ഒരു ആപത്ത് വരില്ല അല്ലേ? ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അപ്പം അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പൂട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നി തുടങ്ങി ഞാൻ വിചാരിച്ചത്ര ഞാൻ പ്രൊട്ടക്റ്റഡ് ആണോ എന്ന്. ഇന്നാണ് ഞങ്ങൾ സ്ഥലം വിടാൻ തീരുമാനിച്ച ദിവസം. പക്ഷെ സംഭവിച്ചതെല്ലാം കണക്കിലെടുത്താൽ ഞങ്ങൾക്ക് ഉടനെ ഒന്നും ഇവിടെ വിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വെള്ളവും വൈദ്യുതിയും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അത് സർപ്രൈസിങ് ആണ്. എന്നാലും ഞാൻ എൻ്റെ ബാത്ത് ടബ് മുഴുവൻ വെള്ളം തുറന്നു. ഇനി എങ്ങാനും വെള്ളം നിന്നു പോയാലോ, വെള്ളം കിട്ടാതായാലോ? ഇപ്പോൾ ഞാൻ പെട്ടെന്ന് കേടുവരുന്ന ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ. ആദ്യം ഫ്രിഡ്ജ് വൃത്തിയാക്കി. അതിനുശേഷം ഈ ഗ്രെയിൻസും പൊട്ടാറ്റോസും ഒക്കെ കഴിച്ചു തുടങ്ങാം. ഫോണുകളൊന്നും വർക്കാവുന്നില്ല. VPN ഇല്ലാതെ ഇന്റർനെറ്റും കിട്ടുന്നില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു ഈ ലോക്കൽ ISPയിൽ വർക്ക് ചെയ്യുന്ന ആർക്കും ബുദ്ധിയില്ല. ഇതെല്ലാം തുടങ്ങിയ ദിവസം ഈ ബിൽഡിങ്ങിലുള്ള എല്ലാവരും പോലീസിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ പോലീസുകാർ ഞെട്ടിപ്പോയി. പക്ഷെ പിന്നീട് അവർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നു. ഞങ്ങളെ രക്ഷിക്കാൻ ആരും വരുന്നില്ല. എല്ലാം പെട്ടെന്ന് തന്നെ അവസാനിക്കും, നിങ്ങൾ അകത്ത് തന്നെ ഇരിക്കൂ എന്നാണ് അവർ പറഞ്ഞത്. ആളുകൾ അവരവരുടെ ബന്ധുക്കളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഫോണുകളെല്ലാം ഓഫായി പോയി. അതിനുശേഷം ഞങ്ങൾക്ക് സൈലന്റ് ആയിട്ട് നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് ഈ ഉന്നത ഉദ്യോഗസ്ഥര് ഞങ്ങളെ പാനിക് ആക്കാതെ നോക്കുവാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ രാജ്യത്തിന് മറ്റു ഭാഗക്കാര് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയുന്നില്ലായിരിക്കാം. ഇതിൽ അതിശയമൊന്നുമില്ല. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ദുരന്തങ്ങൾ മറച്ചു വെക്കുന്നതിൽ ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ആ ജീവി വളരെ ആക്റ്റീവായിരുന്നു. ഞാൻ അതിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പിന്നീട് ഞാൻ റൂമേഴ്സിലൂടെ കേട്ടു. താമസക്കാരിൽ ഒരാളുടെ ജനാലകൾക്കിടയിൽ അത് പതിയിരുന്നത് കണ്ടിട്ടുണ്ടെന്ന്. ചില സമയങ്ങളിൽ ഞങ്ങൾ അതിന്റെ അലർച്ചകളും മൂരൾച്ചകളും എല്ലാം കേൾക്കുമായിരുന്നു. അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴെല്ലാം ആ ബിൽഡിംഗ് മുഴുവൻ നിശബ്ദമാവും. അതിന്റെ ശബ്ദങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കാനും അതെത്ര ദൂരെയാണോ ഉള്ളത് എന്ന് മനസ്സിലാക്കാനും. ശനിയാഴ്ച ഞങ്ങൾ അതിന്റെ ശബ്ദം കേട്ടിട്ടില്ല. ചില കാറിന്റെ അലാംസ് മാത്രമായിരുന്നു ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് തരുന്ന ഒരു സൂചനയായിരുന്നു അത്. സൺഡേ ഞങ്ങൾ ആ ജീവിയെ കണ്ടിട്ടില്ല ഇപ്പോഴത്തേക്ക്.
പകൽ സമയങ്ങളിൽ ഞങ്ങൾ അതിനെ കണ്ടിട്ടില്ല. ഇതൊക്കെ കാരണം കൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് തന്നെ അവസാനിക്കും എന്ന് ആളുകൾ വിശ്വസിച്ചു. ആദ്യ ദിവസം എല്ലാവരും അവരുടെ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരുന്നെങ്കിലും രണ്ടാം ദിവസം അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആളുകളെല്ലാം പടി ഇറങ്ങി കയറി നെയ്ബേഴ്സിനോടെല്ലാം സംസാരിച്ച് അവരെ ഡിന്നറിനൊക്കെ ഇൻവൈറ്റ് ചെയ്ത് നടന്നു. ഈ ആളുകൾ ഇത്രയും സാമൂഹികമായി പെരുമാറുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സാധാരണ അവരൊക്കെ നമ്മളെ ഒരു മരണനോട്ടം മാത്രമേ നോക്കാറുള്ളൂ. പാത്രങ്ങളുടെയും കപ്പുകളുടെയും ശബ്ദവും കെറ്റിലുകളുടെയും വിസിലടിയും കുടിയന്മാർ കൂട്ടുകൂടി നിൽക്കുമ്പോഴുള്ള അവരുടെ ശബ്ദമെല്ലാം എനിക്ക് കേൾക്കായിരുന്നു. എനിക്ക് അവരെ മനസ്സിലാവും. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുൻനിരയിലുള്ള സൈനികർ പോലും ഒന്നും സംഭവിക്കാത്തപ്പോൾ അനുഭവപ്പെടുന്ന വിരസത എത്രത്തോളം അസഹനീയമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മാത്രമല്ല, പ്രയാസങ്ങളുള്ള സമയത്ത് ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവ് പ്രകൃതി നമുക്ക് തന്നിട്ടുമുണ്ട്. അങ്ങനെ എൻ്റെ ദിവസങ്ങൾ ഒറ്റയ്ക്ക് ചെലവഴിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് എൻ്റെ ആകെയുള്ള ഒരു ഫ്രണ്ട് നികിത 5ാം നിലയിൽ താമസിക്കുന്ന ആളെ സന്ദർശിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഈ ബിൽഡിങ്ങിലേക്ക് താമസം മാറിയത് മുതൽ ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് കയറുമ്പോൾ അവൻ എന്നെ ശ്രദ്ധിച്ച് എന്നെ ചായ കുടിക്കാൻ ഇൻവൈറ്റ് ചെയ്തു. അവനൊരു സാധാരണക്കാരനായിരുന്നു, ഒരു സാധാരണ ടേബിൾ ടോപ്പ് ഗെയിമർ. പണ്ടൊക്കെ ഞാനും അവനും അവൻ്റെ ഗേൾഫ്രണ്ടും കൂടി മൊണോപ്ലിയും ജാക്കലും ഒക്കെ കളിച്ച് ഒരുപാട് സമയം കളഞ്ഞിട്ടുണ്ട്. ഡോറ് തുറന്നത് അവളായിരുന്നു. അവളുടെ മുഖത്തെ ഭാവം കണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി എന്തോ വേണ്ടാത്തത് സംഭവിച്ചിട്ടുണ്ട്. എല്ലാം തുടങ്ങുന്നതിന് മുൻപുള്ള രാത്രിയിൽ നികിത അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു. നതാഷ എക്സ്പ്ലെയിൻ ചെയ്തു. അവൻ രാവിലെ വീട്ടിലേക്ക് വരേണ്ടതായിരുന്നു. വെള്ളിയാഴ്ച ഒരു ദിവസം ലീവ് എടുത്ത് ഞങ്ങൾ പട്ടണത്തിന്റെ പുറത്തേക്ക് പോവേണ്ടതായിരുന്നു. പക്ഷെ അവൻ കൃത്യസമയത്ത് എത്തിയില്ല. അവൾ കരഞ്ഞില്ല, പക്ഷെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൾ മണിക്കൂറുകളോളം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എന്റെ സപ്പോർട്ട് അവൾക്ക് വേണമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ ഉള്ളിലേക്ക് കയറി. ഒരു കപ്പ് ചായ കുടിച്ചുകൊണ്ട് അവൾക്ക് പേടി തോന്നുന്നു എന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. സൈറണുകൾ മുഴങ്ങാൻ തുടങ്ങിയപ്പോൾ അവൻ ബിൽഡിങ്ങിന്റെ അടുത്തായിരുന്നു എന്നും കറുത്ത 2 കൈകൾ അവനെ ഇരുട്ടിലേക്ക് വലിച്ചഴിക്കുന്ന പേടി സ്വപ്നങ്ങൾ അവൾ കാണുന്നുണ്ടെന്നും അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ ഒരാൾക്ക് അകത്തേക്ക് കടക്കാൻ കഴിയാത്ത കാര്യം അവൾ കേട്ടതായും അത് അവനാണെന്ന് അവൾ ഭയപ്പെട്ടതായും എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവൾക്ക് റിയഷ്യൂർ ചെയ്ത് കൊടുത്തു അങ്ങനെയൊന്നല്ല കാര്യങ്ങളെന്ന്. ആ സമയത്ത് ഞാൻ താഴെ ഉണ്ടായിരുന്നെന്നും അയാളുടെ കരച്ചിൽ നിക്കിത്തയുടെ ആണെങ്കിൽ അത് നിക്കിത്തയാണെന്ന് എനിക്ക് മനസ്സിലാവും എന്നും ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് സമാധാനം തോന്നി. എന്നാലും അവൾ സ്ട്രെസ്ഡ് ആയിരുന്നു. അതിനുശേഷം ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. മുകളിൽ നിന്ന് കാലച്ച കേട്ടിട്ട് അവൾ ഉറക്കമുണരും. അത് നിക്കിത്ത ആവണേ എന്ന് അവൾ ആഗ്രഹിക്കും. പക്ഷെ അവൾക്കറിയായിരുന്നു അതൊരിക്കലും നിക്കിത്ത ആവാൻ ചാൻസ് ഇല്ല എന്ന്. നതാഷയോട് സംസാരിച്ച് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഹാൾവേയിൽ വെച്ച് ആ ഒരു പ്രൊഫഷണൽ വെൽഡർ ആണെന്ന് പറഞ്ഞ ആളെ ഞാൻ കണ്ടു. അയാൾ ഒരു ബോക്സ് നിറയെ ചായയും കൊണ്ട് ആളുടെ നെയ്ബറിന്റെ അടുത്തേക്ക് പോവായിരുന്നു. ക്യൂരിയോസിറ്റി കാരണം ഞാൻ അയാളുമായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തി. ആ വെൽഡിങ് കണ്ടിട്ട് ആ വെൽഡറിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി. എല്ലായിടത്തും വെൽഡിങ് ഉണ്ട്, അദ്ദേഹം പറഞ്ഞു. വെൽഡിങ് പണിയൊക്കെ നല്ലതാണ്, അതുകൊണ്ട് ഇത് ചെയ്ത ആൾക്ക് പണി നല്ലോണം അറിയാം. പക്ഷെ ചില സ്ഥലങ്ങളിൽ, ചില കോർണറുകളിൽ വെൽഡിങ് അത്രയും നന്നായിട്ടില്ല. ഇത് ചെയ്ത ആള് ധൃതിയിലാണ് ചെയ്തിട്ടുള്ളത്, പിന്നെ കുടിച്ചിട്ടും ഉണ്ടാകണം. കാരണം അയാളുടെ കൈകൾ നല്ലപോലെ വിറച്ചിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനായില്ല. കുറ്റവാളി ഈ കെട്ടിടത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ 4 സെപ്പറേറ്റ് സ്റ്റേഴ്സ്, 5 ഫ്ലോർസ്, 4 അപ്പാർട്ട്മെന്റ്സ്, അല്ലെങ്കിൽ ഈച്ച് ഫ്ലോർ ഗ്രൂപ്പ്ഡ് അറൗണ്ട് എ സ്റ്റെയർവെൽ. അപ്പോൾ 80 അപ്പാർട്ട്മെന്റ് ടോട്ടൽ. എലിമിനേഷൻ ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയാൽ എനിക്ക് അയാളെ ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു സമയത്താണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ മറ്റ് നല്ല കാര്യങ്ങൾ വേറെ ഒന്നും ഇല്ലതാനും. വാതിലുകൾ പരിശോധിച്ച് സൂചനകൾ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എൻ്റെ ഒരു നല്ല 1 മണിക്കൂർ വേസ്റ്റാക്കി. എനിക്കാകെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് ഒരു സിഗരറ്റ് കുറ്റി മാത്രമാണ്. അത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അല്ലായിരിക്കാം. ഒരു റഷ്യൻ ബ്രാൻഡായ സോയൂസ് അപ്പോളോ. ശരിക്കും വൃത്തികെട്ട സാധനം. ഈ സാധനം നമ്മുടെ ശ്വാസകോശം ചുമച്ച് പുറത്ത് തുപ്പിച്ച് കളയും. ഓരോ പടിയിലും പെയിന്റിന്റെ ക്യാനുകൾ ആഷ്ട്രേസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചിലപ്പോൾ ഫോളോ ചെയ്തു പോയാൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും. 60-ന് മുകളിൽ പ്രായം വരുന്ന ഒരു വൃദ്ധൻ എന്റെ വാതിലിൽ തട്ടി. അയാൾ ഇൻസുലിൻ അന്വേഷിക്കുകയായിരുന്നു. നമ്മളെല്ലാവരും ലോക്കായി പോയ ആ ദിവസം രാവിലെ അയാൾ അടുത്തുള്ള ഡ്രഗ് സ്റ്റോറിൽ നിന്ന് അത് വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ മരുന്നും തീർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ അയാൾക്ക് അത് നല്ല ആവശ്യമുണ്ട്. ആളുടെ മരുന്ന് അവസാനിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സമയം തനിക്ക് എതിരാണെന്ന് അയാൾ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ അയാൾക്ക് വേറെ ആളുകളുടെ അടുത്ത് പോയി ഇൻസുലിൻ ഉണ്ടോ എന്ന് ചോദിക്കുകയല്ലാതെ വേറെ മാർഗവും ഇല്ല. എൻ്റെ അത് ശരിക്കും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ആലോചിച്ചു, ഇവിടെയുള്ള മറ്റ് താമസക്കാർ അവരിൽ ഉണ്ടായിട്ടും
ഇല്ല എന്ന് ഇയാളോട് പറഞ്ഞു കാണുമെന്ന്. ഇയാളെ കണ്ടതായി ഞാൻ ഓർക്കാത്തതുകൊണ്ട് അയാൾ പറഞ്ഞു അയാൾ താഴെയുള്ളതാണെന്ന്. താഴെ ഓരോ നെയ്ബേഴ്സിനോടും ചോദിച്ച് വന്നതാണെന്ന്. എല്ലാവരും പറഞ്ഞത് അവരുടെ ഇൻസുലിൻ ഇല്ല എന്ന്. ഡ്രഗ് സ്റ്റോറിലൊക്കെ ഇൻസുലിൻ്റെ ഷോർട്ടേജ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടതായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇയാളുടെ അടുത്ത് ഇൻസുലിൻ കുറവ് വന്നത്. ആ ഡ്രഗ് സ്റ്റോർ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. അയാൾ എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞു. എനിക്ക് അവരെൻ്റെ ജനൽ വഴി കാണാം. ഒരു പുതിയ ബാച്ച് ഫ്രൈഡേ മോർണിംഗിൽ കൊണ്ടുവരേണ്ടതായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി ഞാൻ താഴെ പോയപ്പോഴാണ് നമ്മുടെ ഡോർ വെൽഡ് ചെയ്തതായി കാണുന്നത്. അയാളുടെ അവസാനത്തെ സെൻറ്റൻസ് എന്നിൽ കൗതുകം ഉണർത്തി. ഞാൻ ചോദിച്ചു, എത്ര മണിക്കാണ് നിങ്ങൾ ഇൻസുലിൻ വാങ്ങാൻ ഇറങ്ങിയത്? ആൾ പറഞ്ഞു, ഒരു 6 മണിക്ക്. ഇൻസുലിൻ വരുന്ന ട്രക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ വരൂ എന്ന് ഫാർമസിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷേ രാവിലെ പോയി ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് വാങ്ങാവുന്നത്ര വാങ്ങാലോ എന്ന് കരുതി ഇറങ്ങിയതാണ്. ഈ കാര്യം എന്നെ വളരെയധികം വേദനിപ്പിച്ചു. പക്ഷേ ഇതെനിക്കൊരു സൂചനയും നൽകി. കുറ്റവാളി 6 മണിക്ക് മുൻപ് താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി പൂർത്തിയാക്കിയിട്ടുണ്ടാവണം. ഇൻസുലിൻ ആവശ്യമുള്ള വൃദ്ധന് ഈ റൂഫിലേക്ക് കയറി വരാൻ സാധിച്ചെങ്കിൽ തീർച്ചയായും ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറ്റവാളിക്ക് ഇതേ കാര്യം ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അയാളായിരിക്കും അന്ന് നതാശയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവാം. പെട്ടെന്ന് തന്നെ ഒരു ഹൊറിബിളായ കൺക്ലൂഷനിലേക്ക് ചാടാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും റൂഫിന്റെ മേലെ ഉണ്ടെങ്കിൽ തന്നെ അത് ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറാനുള്ള ഒരു ചാൻസും വിട്ട് കളയില്ല. അൺലെസ് ആ സാധനം ഈ അപ്പാർട്ട്മെന്റിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെന്റിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ. നമുക്ക് എങ്ങനെ ഇതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കാം എന്നുള്ളൊരു ടോക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ബെഡ്ഷീറ്റുകൾ ഉപയോഗിച്ച് കയറുണ്ടാക്കുക, എന്നിട്ട് വിൻഡോയിൽ നിന്ന് താഴെ ഇടുക, എന്നിട്ട് ഓരോരുത്തരായി അതിൽ നിന്ന് പിടിച്ചിറങ്ങിയിട്ട് ടൗൺ കടന്നു പോവുക. നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇന്നായിരുന്നു ആ പ്ലാൻ നടക്കേണ്ടിയിരുന്ന ദിവസം. പക്ഷെ അത് നടന്നില്ല. കഴിഞ്ഞ രാത്രി ഞാനൊരു ശബ്ദം കേട്ടുണർന്നു. ഞാൻ കണ്ണു തുറന്നപ്പോഴേക്കും അതെല്ലാം അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കേട്ടത് എന്താണെന്ന് എനിക്കറിയാം. ആ ഒരു സ്ക്രീം, ആ ഒരു മുരൾച്ച, ആ ബീസ്റ്റ് അഥവാ ആ ഒരു മൃഗം ഉണ്ടാക്കിയ ശബ്ദത്തിനെ പോലെയുള്ളൊരു ശബ്ദം. പക്ഷെ അത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ ഇരുട്ടത്ത് എൻ്റെ കണ്ണും മിഴിച്ച് കിടന്നു, അതിൻ്റെ ശബ്ദം ഒന്നും കൂടെ കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഉണ്ടായത് നിശബ്ദത മാത്രം. പിന്നെ ഞാൻ മുകളിൽ നിന്ന് കാലച്ച കേട്ടു. ആ ശബ്ദം കേട്ട് ഞാൻ മാത്രമല്ല ഉണർന്നത് എന്ന് തോന്നുന്നു. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ ഫോണിലേക്ക് നോക്കിയപ്പോൾ സമയം 3 മണി. ഞാൻ ഉറങ്ങാൻ വേണ്ടി പിന്നെയും കിടന്നു. പക്ഷേ എൻ്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ശബ്ദം എന്നെ ഉറങ്ങാൻ അനുവദിച്ചില്ല. എന്നാൽ ഞാൻ ഇനി ഉറങ്ങുന്നില്ല എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് ഞാൻ ബാൽക്കണിയിലേക്ക് നടന്നു. ഓ ഹേ ദേർ, എൻ്റെ നെയ്ബർ മാക്സിൻ അവൻ്റെ ബാൽക്കണിയിൽ നിൽക്കുമായിരുന്നു. ഞങ്ങളുടെ 2 പേരുടെ ബാൽക്കണി തമ്മിൽ അധിക ദൂരമില്ല. അവൻ ഗ്രീറ്റ് ചെയ്തത് കേട്ട് ഞാൻ പെട്ടെന്ന് പേടിച്ചു. അവൻ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. ഇതൊരു ഡിസംബർ മാസം ആണെങ്കിൽ പോലും അവൻ ഇട്ടിട്ടുള്ളത് ഒരു അണ്ടർവെയർ മാത്രമാണ്. നീയോ അത് കേട്ടോ? അവൻ എൻ്റെ സിഗരറ്റ് കാട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ അതേ എന്ന് തലയാട്ടിക്കൊണ്ട് ചോദിച്ചു, ആ സാധനം തിരിച്ചു വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശബ്ദം കേട്ടിട്ട് അതിനെ പോലെ ഇല്ല. മാക്സിമിന്റെ മറുപടി എൻ്റെ സംശയത്തെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി. അതിൻ്റെ ശബ്ദം ഡിഫറെൻ്റ് ആയിരുന്നു, ഒരു ഡിഫറെൻറ്റ് ബ്രീഡിനെ പോലെ. അതെ, എനിക്കും അത് തോന്നി. എനിക്ക് ഒരു സിഗരറ്റ് തരുമോ എന്ന് ഞാൻ മാക്സിമിനോട് ചോദിച്ചിട്ട് കൈ നീട്ടി. അവൻ ആ സിഗരറ്റിൻ്റെ പാക്ക് മുഴുവൻ എൻ്റെ അടുത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ എടുത്തോ, നിനക്ക് ചിലപ്പോൾ ഇത് ആവശ്യം വരും. ഒരു സിഗരറ്റ് എടുക്കുന്നതിന് മുൻപ് ഞാൻ ആ പാക്ക് ശ്രദ്ധിച്ചു. സോയൂസ് അപ്പോളോ. എൻ്റെ ക്യൂരിയോസിറ്റി ഇടിച്ചു കയറി. പക്ഷെ ഞാനത് അടക്കി പിടിച്ചു. അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ ആലോചിക്കേണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം സൈലൻ്റ് ആയി നിന്ന് സ്മോക്ക് ചെയ്തു. എന്നിട്ട് മാക്സിം എന്നോട് പറഞ്ഞു, അപ്പാർട്ട്മെന്റ് മുഴുവൻ ഒരു കെയോസ് ആണ്, എല്ലാവരും പേടിച്ചിട്ടാണുള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണം. എങ്ങനെ? വണ്ടർ അടിച്ച് ഞാൻ ചോദിച്ചു. എനിക്കും അറിയില്ല എന്ന് പറഞ്ഞ് മാക്സിം അവൻ്റെ ഷോൾഡർ കുലുക്കി. പക്ഷേ ആണുങ്ങളെന്ന നിലയ്ക്ക് ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഉറപ്പായും എന്തെങ്കിലും. അവൻ ആ സെൻറ്റൻസ് പറഞ്ഞു തീരുന്നതിന് മുന്നേ ഒരു മരക്കൊമ്പ് ഒടിയുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് സൈലൻ്റ് ആയി. എന്തോ താഴെ അനങ്ങുന്നുണ്ട്. ഞാൻ കൃത്യസമയത്താണ് നോക്കിയത്. കാട്ടിലേക്ക് വലിയ എന്തോ ഒന്ന് കയറി പോകുന്നത് ഞാൻ കണ്ടു. പേടിച്ചെൻ്റെ രക്തം മരവിച്ചതുപോലെ എനിക്ക് തോന്നി. ഞങ്ങളിങ്ങനെ ഉല്ലസിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബീസ്റ്റ് ഞങ്ങളുടെ കോൺവെർസേഷൻ കേട്ടുകൊണ്ട് താഴെ നിൽക്കുമായിരുന്നു. പക്ഷെ അത് ഞാനോ മാക്സിമോ കണ്ടില്ല.